ഡൽഹിയിലും തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 10 മണിക്ക് ഇന്ത്യൻ മിലിറ്ററിയുടെ വാർത്താ സമ്മേളനമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വി ജി കൂടി നമുക്കൊപ്പം ചേരുന്നു. വിനീത, എന്തൊക്കെയാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ? നീതി നടപ്പാക്കി എന്ന കരസേനയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും എസ്കെൻ, ഉചിതമായ സമയത്ത് കൃത്യമായ നടപടി എന്നായിരുന്നു സേന ഇതിനുശേഷം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇനിയൊരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ് എങ്കിൽ പോലും അതിനെ ശക്തമായി നേരിടാൻ ഞങ്ങൾ സജ്ജമാണെന്നും സൈന്യം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത എല്ലാ പൈലറ്റുമാരും സുരക്ഷിതരാണെന്ന ഒരു റിപ്പോർട്ട് കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഈ ഓപ്പറേഷന് ശേഷം 3 സൈനിക മേധാവികളുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നു. ഇതുവരെയുള്ള സ്ഥിതിഗതികളൊക്കെ തന്നെ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം ഈ അതിർത്തി മേഖലകളിൽ വലിയ രീതിയിലേക്കുള്ളൊരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആക്രമണം ഉണ്ടായതിന് പിന്നാലെ, അതായത് ഇന്ത്യയുടെ ഒരു തിരിച്ചടി ഉണ്ടായതിന് പിന്നാലെ തന്നെ അത് കൂടുതൽ ആ ഒരു പ്രകോപനം വർദ്ധിക്കുന്ന സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെയും തക്ക മറുപടി ഇന്ത്യക്ക് നൽകാൻ കഴിഞ്ഞുവെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 80ഓളം ഭീകരർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ട് കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും നടക്കുന്നത് വാർത്താ സമ്മേളനം തന്നെയാണ്. ഇതിനോടകം പ്രതിരോധ മന്ത്രി അടക്കം ഈ എക്സ്പോസ്റ്റിലൂടെയൊക്കെ ഭാരത് മാതാ കി ജയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റൊക്കെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിനി അറിയേണ്ടതുള്ള ചില ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ആ റിപ്പോർട്ടുകളൊക്കെ വാർത്താ സമ്മേളനത്തിലൂടെ ആയിരിക്കും അറിയിക്കുക. സംയുക്ത വാർത്താ സമ്മേളനമാണ് വിളിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സേനയുടെയും ഒപ്പം വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും വാർത്താ സമ്മേളനമാണ് ഈ ഘട്ടത്തിൽ വിളിച്ചിരിക്കുന്നത്. 10 മണിയോടുകൂടിയായിരിക്കും ഈ വാർത്താ സമ്മേളനം ഉണ്ടാവുക. അതിനുശേഷം മന്ത്രിസഭാ സമിതി യോഗം ചേരും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ വസതിയിലായിരിക്കും യോഗം ചേരുന്നത്. ഈ സുരക്ഷാ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും. ഒപ്പം തന്നെ ഇതിനോടകം സ്വീകരിച്ച നടപടിക്രമങ്ങളൊക്കെ ഈ യോഗത്തിൽ തന്നെ ചർച്ചയായിരിക്കും. ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം 15ാം നാളിലാണ് ഇന്ത്യ തക്കതായ മറുപടി നൽകിയിരിക്കുന്നത്. ഇന്ന് ഡൽഹിയിലടക്കം മോക്ക് ഡ്രില്ലിൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സുരക്ഷിതമായി ഉറങ്ങുക, നാളെ ഒരു മോക്ക് ഡ്രില്ലുണ്ട്, അതിൽ ഒരു സ്വയം രക്ഷ നേടുന്നതിനായി നിങ്ങൾക്ക് ചില പരിശീലനങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ഇന്നലെ സേനയൊക്കെ അറിയിച്ചതായിരുന്നു. അതിന് പിന്നാലെ കൃത്യം 1:44 പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു. 9 ഇടങ്ങളിൽ ഭീകരരുടെ താവളങ്ങൾ കണ്ടെത്തി 9 ഇടങ്ങളിലാണ് ഈ ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നത്. അതിൽ ഇന്ത്യ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: ഞങ്ങൾ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല, ഞങ്ങൾ പാകിസ്ഥാനിലെ സാധാരണക്കാർക്കെതിരെ ആക്രമണം നടത്തിയിട്ടില്ല, ഞങ്ങൾ ഭീകരതയ്ക്കെതിരെ പോരാടുന്നു, ഭീകരരുടെ താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലേക്കൊരു ആക്രമണം നടത്തിയിരിക്കുന്നുള്ളത് തന്നെയാണ്. അതിൽ 9 ഇടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മർക്കസ് സുബ്ഹാൻ എന്ന ബഹവൽപൂരിലെ ഒരു കേന്ദ്രമാണ്. ഇത് ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മർക്കസാണ്. 2019 ഫെബ്രുവരി 14 പുൽവാമായ ആക്രമണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഈ കേന്ദ്രത്തിൽ നിന്നാണ് ആസൂത്രണം ചെയ്തത് ഭീകരർ. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭീകരർ ഈ ആക്രമണത്തിലെ കുറ്റവാളികൾക്ക് ഈ ക്യാമ്പിൽ പരിശീലനം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഈ 9 കേന്ദ്രങ്ങളിലെയും റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ കൃത്യമായി രഹസ്യാന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ ശേഖരിക്കുകയും ആ വിവരങ്ങൾ കൃത്യമായി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്. തുടർന്ന് ഇത്തരത്തിലേക്കുള്ള എല്ലാ വകുപ്പുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു നടപടി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. എനിക്കൊപ്പം എസ് വിജയകുമാറും ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യ തലയുയർത്തി നിൽക്കുന്ന ഈ അഭിമാന നിമിഷം പ്രേക്ഷകരുമായി കൂടുതൽ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ഇവർ കൂടി ചേരുന്നു. ഹാഷ്മി, വിജയകുമാർ, ഇവർ വെൽക്കം. ഇപ്പോൾ നമുക്ക് ശരിക്കും ശ്രീനാഥ് ചന്ദ്രൻ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഹാഷ്മി എത്ര മണിക്ക് വന്നു സ്റ്റുഡിയോയിൽ? നമ്മുടെ പുലർന്ന് വന്ന പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടെ ഈ അക്രമം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. കൃത്യം 9 ഷാർപ്പ് കേന്ദ്രങ്ങളിൽ, 9 ഭീകരവാദ കേന്ദ്രങ്ങൾ, 9 തീവ്രവാദ നഴ്സറികളിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ പട്ടാളത്തിന്റെ ആസ്ഥാനങ്ങളിലോ പട്ടാളത്തിൽ നമുക്ക് നമ്മൾ ചെയ്തിട്ടില്ല. സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് പോയിട്ടില്ല. എണ്ണം പറഞ്ഞ 9 തീവ്രവാദ കേന്ദ്രങ്ങൾ. ഈ 9 തീവ്രവാദ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? അവിടെ ഏത് രീതിയിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്? അവിടെ ഏത് രീതിയിലാണ് ഇന്ത്യൻ മണ്ണിലേക്ക് നുഴഞ്ഞുകയറ്റക്കാർക്കുള്ള സൗകര്യം ഒരുക്കുന്നത്? അവിടെ എങ്ങനെയാണ് പാക് പട്ടാളത്തിന്റെയും ISIയുടെയും ടെറർ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായ വ്യക്തമായ തെളിവ് സഹിതം നമ്മൾ ഹാജരാക്കിയ കേന്ദ്രങ്ങളിലാണ് നമ്മൾ ആക്രമിച്ചിരിക്കുന്നത്.